ടാലന്റ് ഓൺലൈൻ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ജൂൺ 8, 9 തീയതികളിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിന്റ്മെന്റ് ആണ്. 2026 ജൂണിൽ സുപ്രീം കോടതി രജിസ്ട്രാറായി നിയമിതയായ മലയാളി ആരെന്നാണ്. അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ശാലീന VG നായരാണ്. ആരാണ്? ശാലീന VG നായരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. എന്താണ്? 2026 ജൂണിലാണ് സുപ്രീം കോടതി രജിസ്ട്രാറായിട്ട് നിയമിതയായ മലയാളിയാണ് നമ്മൾ നോക്കിയത്. ആരാണെന്ന് ഓർത്തു വെക്കുക. ശാലീന VG നായരാണ്. നിലവിൽ പെർമനന്റ് ലോക അദാലത്ത് ചെയർപേഴ്സൺ ആയിട്ട് സ്ഥാനം വഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ് നിലവിൽ ശാലീന VG നായർ എന്താണ് നിലവിലെ പെർമനന്റ് ലോക അദാലത്ത് ചെയർപേഴ്സൺ ആണ്. അപ്പോൾ ഇനി എന്താണ് 2026 ജൂണിൽ ഒരു അപ്പോയിന്റ്മെന്റ് വന്നിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ രജിസ്ട്രാർ ആയിട്ട് നിയമിതയായി മലയാളിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് സുപ്രീം കോടതി ഈ കമ്മിറ്റിയിൽ മെമ്പർ ആയിരുന്നു. ഇതിനു മുമ്പ് സുപ്രീം കോടതിയിൽ ഈ കമ്മിറ്റി മെമ്പർ ആയിരുന്നു. ആരാണ്? ശാലീന എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ 2026 വന്നിട്ടുള്ള ഒരു അപ്പോയിന്റ്മെന്റ് ആണ് നോക്കിയത്. ആരാണ്? ഒരു മലയാളി ആയിട്ടുള്ള ശാലീന VG നായർ സുപ്രീം കോടതി രജിസ്ട്രാർ ആയിട്ട് നിയമിതയായിരിക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു പുസ്തകമാണ്. അപ്പോൾ ഈ ബുക്കിന്റെ പേര് ഇതാണ്. പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം എന്നുള്ള ഒരു നോവലാണ്. അപ്പോൾ ഈ നോവൽ എഴുതിയത് ആരെന്നാണ് നോക്കുന്നത്. സന്തോഷ് ഇല്ലോളിലാണ്. ആരാണ്? സന്തോഷ് ഇല്ലോളിലാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. പുസ്തകം ആരെ കുറിച്ചാണ് നമുക്ക് പേരെന്ന് തന്നെ മനസ്സിലാവുന്നതാണ്. പപ്പൻ വള്ളിക്കാട്. അപ്പോൾ അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പുസ്തകമാണിത്. അപ്പോൾ ആ പുസ്തകം എഴുതിയത് ആരാണെന്ന് പറഞ്ഞു. സന്തോഷ് ഇല്ലോളിലാണ് ഈ ഒരു പുസ്തകം എഴുതിയിരിക്കുന്നത്. ഈ പപ്പൻ വള്ളിക്കാടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള നാടക ചരിത്രത്തിൽ വളരെ ഇമ്പോർട്ടന്റ് പാർട്ട് വഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. ആരാണ്? പപ്പൻ വള്ളിക്കാട് എന്ന് പറയുന്നത്. അദ്ദേഹം ഒരു KSRTC വോളിബോൾ ടീമിൽ അംഗമായിരുന്നു. എന്നാൽ ഈ ഒരു നാടക മേഖലയിലോട്ടുള്ള ആഗ്രഹം കാരണം, അതിനോടുള്ള ഇഷ്ടം കാരണം അത് നിർത്തി ആ ഒരു ജോലി ഉപേക്ഷിച്ച് നാടക ആ ഒരു രംഗത്തേക്ക് തിരിഞ്ഞ ഒരു വ്യക്തി കൂടിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാന നാടകങ്ങളാണ് കാട്ടുകടന്നൽ, അതേപോലെ ആരാന്റെ ഹക്കിൽ, 1000 കണ്ണ് തുടങ്ങിയവ. ഇനി അദ്ദേഹം ഈ ഒരു നാടക മേഖലയിൽ മാത്രമല്ല കഥാപ്രസംഗം, അതേപോലെ കാർട്ടൂൺ എന്നീ മേഖലകളിലുമൊക്കെ വളരെ പ്രഗത്ഭനായിരുന്നു. അപ്പോൾ ഓർത്തു വെക്കുക പപ്പൻ വള്ളിക്കാട്, അദ്ദേഹത്തെ കുറിച്ചുള്ള ഒരു പുസ്തകമാണ് ഈ പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം എന്നുള്ള ഈ ഒരു പുസ്തകം. ഇത് എഴുതിയത് ആരാണെന്ന് ഓർത്തു വെക്കുക. സന്തോഷ് ഇല്ലോളിലാണ് എഴുതിയിരിക്കുന്നത്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ കേരള ഹൈക്കോടതിക്ക് ലഭിച്ചിട്ടുള്ള ഒരു അവാർഡാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ എന്താണെന്ന് നോക്കാം. 2026 ദേശീയ ഗവേണൻസ് അവാർഡുകളിൽ പൗര കേന്ദ്രീകൃത സേവനങ്ങൾ നൽകുന്നതിനായിട്ട് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ AI മറ്റ് നവയുഗ സാങ്കേതിക വിദ്യകളും ഒക്കെ ഉപയോഗിച്ചുള്ള നവീകരണം എന്നുള്ള ഈ ഒരു വിഭാഗത്തിലാണ് സ്വർണ്ണ മെഡലാണ് നേടിയിരിക്കുന്നത്. സ്വർണ്ണ മെഡലാണ് നേടിയിട്ടുള്ളത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ കേരള ഹൈക്കോടതിക്കാണ് ഈ ഒരു അവാർഡ് ലഭിച്ചത്. ഇനി നമ്മൾ പറഞ്ഞു ഇവിടെ ഈ ഒരു AI അതേപോലെ തന്നെ മറ്റ് നവയുഗ സാങ്കേതിക വിദ്യകളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ടുള്ള, അപ്പോൾ കേരള ഹൈക്കോടതിയുടെ ഒരു പ്രൊജക്ടിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. ആ പ്രൊജക്ട് ഏതാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം ആണ്. ഈ ഒരു പ്രൊജക്ടിലൂടെയാണ് കേരള ഹൈക്കോടതിക്ക് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ നോട്ട് ചെയ്യുക 2026 ദേശീയ ഗവേണൻസ് അവാർഡുകളിലാണ് സ്വർണ്ണ മെഡലായിട്ടാണ് ഈ ഒരു അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ പൗര കേന്ദ്രീകൃത സേവനങ്ങൾ നൽകുന്നതിനായിട്ട് സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ AI മറ്റ് നവയുഗ സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കുന്ന ആ ഒരു കാറ്റഗറിയിലുള്ള അവാർഡാണ് ലഭിച്ചിരിക്കുന്നത്. അത്തരത്തിൽ നമ്മുടെ ഈ ഒരു സംസ്ഥാനത്തിലെ ഒരു സ്ഥാപനമായിട്ടുള്ള കേരള ഹൈക്കോടതിക്ക് ഈ ഒരു ഡിസ്ട്രിക്ട് കോർട്ട് കേസ് മാനേജ്മെന്റ് സിസ്റ്റം എന്നുള്ള ഈ ഒരു പ്രൊജക്ടിലൂടെയാണ് അവാർഡ് ലഭിച്ചിരിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് നമ്മുടെ ഇനി വരുന്ന ഒരു എക്സാമുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. LP-UP അസിസ്റ്റന്റ് എക്സാം ഇനി ഉടൻ തന്നെ വരുന്നതായിരിക്കും. കുറെ അധികം ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ്. ടീച്ചർ എന്നുള്ള ഈ ഒരു ടീച്ചിങ് എന്നുള്ള മേഖലയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സാം ആണ്. അപ്പോൾ ഈ ഒരു LP-UP അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയിട്ട് ടാലന്റ് തയ്യാറാക്കിയിട്ടുള്ള റാങ്ക് ഫെയിൽ ആണിത്. ഈ റാങ്ക് ഫെയിൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. ന്യൂ SCRT പാഠഭാഗങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് റാങ്ക് ഫെയിൽ തയ്യാറാക്കിയിട്ടുള്ളത്. താഴെ തന്നിരിക്കുന്ന ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതിൽ തന്നെ LP-UP SM എന്നുള്ള ഈ ഒരു കൂപ്പൺ കോഡ് കൂടി കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബെസ്റ്റ് ഓഫറിൽ തന്നെ ഇത് പർച്ചേസ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക. എക്സാമിന് വേണ്ടി നല്ലതുപോലെ പ്രിപ്പയർ ചെയ്യുക. ഈ ഒരു ജോലി വാങ്ങിച്ചേ തീരൂ എന്നുള്ള എപ്പോഴും അത് മനസ്സിൽ ഉറപ്പിച്ച് തന്നെ പഠിക്കുക. ബുക്ക് ഉടൻ തന്നെ പർച്ചേസ് ചെയ്യുക. ഇനി അടുത്ത നമ്മൾ
നോക്കുന്ന പോയിന്റ് ഇതാണ്. ഷിഗല്ല ബാധിച്ച ആദ്യ മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എവിടെയെന്നാണ്? കോഴിക്കോടാണ് കേട്ടോ. എന്നാൽ കേരളത്തിലെ ഷിഗല്ല ബാധിച്ചിട്ടുള്ള ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. എവിടെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? കോഴിക്കോടാണ്. കോഴിക്കോട് ഒരു 4 വയസ്സുകാരിയാണ് ഈ ഒരു രോഗം ബാധിച്ച് അന്തരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രോഗം കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കോഴിക്കോടാണ്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണ്? കോഴിക്കോടാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഷിഗല്ല വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ബാക്ടീരിയ ആയിട്ടുള്ള ഷിഗല്ലോസിസ് എന്നുള്ള രോഗാണു കാരണമാണ് ഈ ഒരു രോഗം ഉണ്ടാവുന്നത്. അപ്പോൾ കേരളത്തിൽ ഈ ഒരു രോഗം കാരണം ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് കോഴിക്കോടാണെന്ന് നമ്മൾ പറഞ്ഞു. ഇനി ഈ ഒരു രോഗം എന്തുകൊണ്ടാണ് വരുന്നത്? മലിനമായിട്ടുള്ള ഭക്ഷണത്തിലൂടെയും അതേപോലെ അശുദ്ധ ജലം കുടിക്കുന്നതിലൂടെയൊക്കെയുമാണ് ഈ ഒരു രോഗം ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് തടയാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? ശുദ്ധമായിട്ടുള്ള ഭക്ഷണവും അതേപോലെ ജലവും കുടിക്കുക എന്നുള്ളതാണ്. ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ ശുദ്ധമായിട്ടുള്ള ജലം കുടിക്കുക എന്നുള്ള വഴിയിലൂടെയാണ്. പിന്നെ വ്യക്തി ശുചിത്വം ഇല്ലായ്മയും ഈ ഒരു രോഗത്തിലേക്ക് നയിക്കുന്നതാണ്. അപ്പോൾ ശുചിത്വം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു രോഗത്തെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട്. ഇനി നമ്മൾ പറയുകയാണെങ്കിൽ ഇതിന്റെ ലക്ഷണങ്ങൾ നോക്കുകയാണെങ്കിൽ വയറിളക്കമാണ് ഇതിന്റെ ലക്ഷണമായിട്ട് വരുന്നത്. സാധാരണ ഉണ്ടാകുന്ന വയറിളക്കമല്ല, അതിനേക്കാളും ഗുരുതരമായ രീതിയിലുള്ള വയറിളക്കമാണ് ഉണ്ടാവുന്നത്. 5 വയസ്സ് താഴെയുള്ള കുട്ടികൾക്ക് ഈ ഒരു രോഗം വരികയാണെങ്കിൽ അവരുടെ രോഗപ്രതിരോധ ശേഷി കുറയുകയും അതേപോലെ മരണത്തിലേക്ക് നയിക്കുവാനും വളരെ സാധ്യത കൂടുതലാണ്. അപ്പോൾ രോഗം എന്താണെന്ന് ഓർത്തു വെക്കുക. ഷിഗല്ല എന്നുള്ള രോഗമാണ്. മാത്രമല്ല 120+ രോഗങ്ങൾ ഇപ്പോൾ ഈ ഒരു നമ്മുടെ കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നാണ് ഇപ്പോഴത്തെ കണക്ക് പ്രകാരം പറയുന്നത്. അപ്പോൾ ഈ രോഗത്തിന് ബാധിച്ചിട്ടുള്ള ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയാണെന്ന് നോട്ട് ചെയ്യുക. കോഴിക്കോടാണ്. അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരേ സമയം 4 ഹൈക്കോടതികൾ വനിതാ ചീഫ് ജസ്റ്റിസുമാർ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരേ സമയം 4 ഹൈക്കോടതികളിൽ വനിതാ ചീഫ് ജസ്റ്റിസുമാർ വരുന്നത്. അപ്പോൾ അടുത്തിടെ പാട്ന ഹൈക്കോടതിയിലെ ജസ്റ്റിസ് മീനാക്ഷി മദൻ റായ് അപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലൂടെയാണ് ഒരേ സമയം തന്നെ 4 വനിതാ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമാർ ഇന്ത്യക്ക് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുന്നത്. ഇതിനു മുമ്പ് 2018 ഇത്തരത്തിൽ 4 ഹൈക്കോടതികളിൽ ചീഫ് ജസ്റ്റിസ് സ്ഥാനത്തേക്ക് അല്ലെങ്കിൽ തലവന്മാരുടെ സ്ഥാനത്തേക്ക് വനിതകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ അതിൽ ഒരാൾ ആക്ടിംഗ് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടായിരുന്നു അപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അവിടെ കംപ്ലീറ്റ് ആയിട്ട് പറയാൻ പറ്റില്ല. ഇപ്പോൾ 2026 അങ്ങനെ ഒരു സംഭവം വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് 4 വനിതകൾ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്തിടെ മീനാക്ഷി മദൻ റായ് പാട്ന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് അപ്പോയിന്റ്മെന്റ് ആയി. അതേപോലെ തന്നെ ഗുജറാത്ത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആരാണെന്ന് ഓർത്തു വെക്കുക. സുനിത അഗർവാൾ ആണ്. സുനിത അഗർവാൾ ആണ് ഗുജറാത്ത് ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ രേവതി മൊഹിതെ ദരെ നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. മേഘാലയ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ്. മേഘാലയ ഹൈക്കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആണ് ആരാണ്? രേവതി മൊഹിതെ ദരെ. ഇനി അതേപോലെ ലിസ ഗില്ല് എവിടെയാണ്? ആന്ധ്രാപ്രദേശ് ഹൈക്കോടതിയിലാണ്. ലിസ ഗില്ല് എന്നുള്ള കാര്യം നോട്ട് ചെയ്യുക. അങ്ങനെ 4 ഈ ഒരു ഹൈക്കോടതികളിൽ ഒരേ സമയം തന്നെ വനിതാ ചീഫ് ജസ്റ്റിസുമാർ വന്നിരിക്കുകയാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഒരു പ്രമേയമാണ്. എന്താണ് പ്രമേയം എന്ന് നോക്കാം. ഏത് ദിനത്തിന്റെയാണ്? ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയമാണ്. 2026 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയമാണ് നോക്കുന്നത്. പ്രമേയം ഇതാണ്: ഫ്രം ബർഡൻ ടു സൊല്യൂഷൻസ് സേഫ് ഫുഡ് എവ്രിവെയർ എന്നുള്ളതാണ്. ഫ്രം ബർഡൻ ടു സൊല്യൂഷൻസ് സേഫ് ഫുഡ് എവ്രിവെയർ എന്നുള്ളതാണ് 2026 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയമായി വരുന്നത്. ഇനി എന്നാണ് നമ്മൾ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്? ജൂൺ 7 ആണ്. എല്ലാ വർഷവും ജൂൺ 7 ആണ്. ജൂൺ 7 നമ്മൾ ലോക ഭക്ഷ്യ സുരക്ഷാ ദിനമായിട്ട് ആചരിക്കുന്നത്. വേൾഡ് ഫുഡ് സേഫ്റ്റി ഡേ ആയിട്ട് ആചരിക്കുന്നത്. 2026 ജൂൺ 7 ലോക ഭക്ഷ്യ സുരക്ഷാ ദിനത്തിന്റെ പ്രമേയം നമ്മൾ നോക്കി. ഫ്രം ബർഡൻ ടു സൊല്യൂഷൻ സേഫ് ഫുഡ് എവ്രിവെയർ എന്നുള്ളതാണ് പ്രമേയമായിട്ട് വരുന്നത്. ഓക്കെ, അതൊന്ന് നല്ലതുപോലെ ഒന്ന് പഠിച്ചു വെക്കുക. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ആരെന്നാണ്. അപ്പോൾ നമുക്ക് പ്രായം കുറഞ്ഞത് എന്ന് പറയുമ്പോൾ തന്നെ, ക്രിക്കറ്റിൽ പ്രായം കുറഞ്ഞതെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു പേരാണ് വൈഭവ് സൂര്യവംശി എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായിരിക്കുന്നത്.
ഇതിനു മുമ്പ് ഈ ഒരു റെക്കോർഡിന് ഉടമയായിരുന്നത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ അംഗമായിട്ടുണ്ടായിരുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരായിരുന്നു അത് സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ റെക്കോർഡാണ് മറികടന്നിരിക്കുന്നത്. 1989 അദ്ദേഹം ആ ഒരു റെക്കോർഡ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നത്. 16 വയസ്സുള്ളപ്പോഴായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായത്. എന്നാൽ ഇപ്പോൾ എന്താണ്, വൈഭവ് സൂര്യവംശി എന്താണ് 15 വയസ്സാണ് അദ്ദേഹത്തിന്റെ പ്രായം. നമുക്കറിയാവുന്നതാണ്. ഈ ഒരു പ്രായത്തിൽ തന്നെ എന്താണ് ഈ ഒരു സീനിയർ ടീമിൽ അംഗമായി മാറിയിരിക്കുകയാണ്. അപ്പോൾ അയർലൻഡ് ഇംഗ്ലണ്ട് പര്യടനത്തിന്റെ ഭാഗമായിട്ടും അതേപോലെ തന്നെ ഏഷ്യൻ ഗെയിംസിന് വേണ്ടിയിട്ടുമുള്ള ഇന്ത്യൻ ടീമിനെ എന്താണ് പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ അംഗമായിരിക്കുകയാണ് ആരാണ്, വൈഭവ് സൂര്യവംശി എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇത് നമ്മൾ പറഞ്ഞു എന്താണ്, സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡാണ് അദ്ദേഹം ഇതിലൂടെ മറികടന്നിരിക്കുന്നത്. അതേപോലെ 18-ാം വയസ്സിൽ അരങ്ങേറ്റം കുറിച്ച വാഷിംഗ്ടൺ സുന്ദറിന്റെ പേരിലായിരുന്നു T20 ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ താരത്തിന്റെ റെക്കോർഡ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതും എന്താണ്, നമ്മുടെ വൈഭവ് സൂര്യവംശി മറികടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നോക്കിയ പോയിന്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മുടെ ഈ കഴിഞ്ഞിട്ടുണ്ടായിരുന്ന IPL സീസൺ നോക്കുകയാണെങ്കിൽ അതിൽ നിരവധി റെക്കോർഡുകളാണ് വൈഭവ് സൂര്യവംശി നേടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രകടനത്തിലൂടെയൊക്കെ തന്നെയാണ് ഇത്തരത്തിൽ എന്താണ് ഇന്ത്യൻ ടീമിലേക്ക് അദ്ദേഹത്തിന് അംഗമാകാനായിട്ട് സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ റെക്കോർഡുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. അതിനൊപ്പം പുതിയ ഒരു അപ്ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ് അദ്ദേഹത്തെക്കുറിച്ച്. അതുകൂടി പഠിച്ചു വെക്കുക. ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമായി മാറിയിരിക്കുകയാണ് അദ്ദേഹം. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഇനി വരുന്ന ഒരു പ്രധാനപ്പെട്ട എക്സാം ആണ് LGS എക്സാം എന്ന് പറയുന്നത്. അപ്പോൾ കമ്പനി ബോർഡ് കോർപ്പറേഷൻ LGS എക്സാം ഉടൻ തന്നെ വരുന്നതാണ്. ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് നമ്മുടെ ഒരു എക്സാം പേപ്പറിൽ, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് PYQs. ഒരു 60% എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഈ ഒരു PYQ ഒക്കെ നിങ്ങൾക്ക് ഓരോന്നും എടുത്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് അതൊക്കെ എളുപ്പമാക്കി തരാൻ വേണ്ടിയിട്ടാണ് എൻ്റെ പുറത്തിറക്കിയ ഒരു ബുക്കാണ് LGS PYQ ബുക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബുക്കിൽ നിങ്ങൾക്ക് LGS PYQും അതിൻ്റെ ആൻസറും അതേപോലെ അതിൻ്റെ ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷനും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇനി നമ്മുടെ ന്യൂ SCRT പാഠഭാഗങ്ങളുണ്ട്. അവയിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അതും എന്താണ്, അതിൻ്റെയും എക്സ്പ്ലനേഷൻ എവിടെ നിന്നാണോ എന്നുള്ളത് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഒരു റാങ്ക് ഫയലാണ്, ഒരു ബുക്കാണിത്. അപ്പോൾ ഈ ബുക്ക് ഉടൻ തന്നെ വാങ്ങിക്കുക. ടാലന്റിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട് വഴിയോ നിങ്ങളുടെ അടുത്തുള്ള ബുക്ക് സ്റ്റോളുകൾ വഴിയോ നിങ്ങൾക്ക് ഈ ഒരു ബുക്ക് സ്വന്തമാക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത് നമുക്ക് പോയിന്റിലേക്ക് പോകാം. ഫ്രഞ്ച് ഓപ്പൺ 2026 ആണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. അപ്പോൾ 2026 ഫ്രഞ്ച് ഓപ്പൺ കഴിഞ്ഞിരിക്കുകയാണ്. അതിൽ നമുക്ക് നിരവധി കാറ്റഗറികളുണ്ട്, നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ്, പുരുഷ സിംഗിൾസ് ആണ്. അപ്പോൾ പുരുഷ സിംഗിൾസ് നേടിയിരിക്കുന്നത് ആരാണെന്ന് ഓർത്തു വെക്കുക, അലക്സാണ്ടർ സെറവ് ആണ്. ആരാണ്, അലക്സാണ്ടർ സെറവ് ആണ് എന്താണ് പുരുഷ സിംഗിൾസിൽ ജേതാവായിരിക്കുന്നത്. ഇനി അദ്ദേഹം ഏത് രാജ്യക്കാരനാണെന്ന് നമുക്കറിയാം, ഒരു ജർമ്മൻ താരമാണ്. ആരാണ്, ഒരു ജർമ്മൻ താരമാണ് അലക്സാണ്ടർ സെറവ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഒരു മത്സരത്തിൽ, അതായത് പുരുഷ സിംഗിൾസിൽ റണ്ണറപ്പ് ആയിരിക്കുന്നത് ആരാണ്, ഫ്ലേവിയോ കൊബോളി ആണ്. ആരാണ്, ഫ്ലേവിയോ കൊബോളി ആണ് എന്താണ് റണ്ണറപ്പ് ആയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാജ്യം ഏതാണ്, ഇറ്റലിയാണ്. ഇറ്റലിക്കാരനാണ് ആരാണ്, ഫ്ലേവിയോ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി അടുത്ത നമ്മൾ നോക്കുന്ന കാറ്റഗറി വനിതാ സിംഗിൾസ് ആണ്. ആരാണ് വനിതാ സിംഗിൾസിൽ നേടിയിരിക്കുന്നതെന്ന് നോക്കാം, മിറ ആൻഡ്രീവെ ആണ്. ആരാണ്, മിറ ആൻഡ്രീവെ ആണ് എന്താണ് വനിതാ സിംഗിൾസ് നേടിയിരിക്കുന്നത്. രാജ്യം ഏതാണ്, റഷ്യയാണ്. റഷ്യക്കാരിയാണ് ആരാണ്, മിറ ആൻഡ്രീവ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇവിടെ മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, മിറ നേടുന്ന ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം കൂടിയാണ്. എന്താണ്, മിറ നേടുന്ന ആദ്യത്തെ ഗ്രാൻഡ് സ്ലാം കൂടിയാണിത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇനി ഈ ഒരു വനിതാ സിംഗിൾസിൽ റണ്ണറപ്പ് ആയിരിക്കുന്നത് ആരാണ്, മജ ച്വാലിങ്സ ആണ്. ആരാണ്, മജ ച്വാലിങ്സ ആണെന്നാണ് റണ്ണറപ്പ് ആയിരിക്കുന്നത്. അപ്പോൾ മജയുടെ രാജ്യം ഏതാണെന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക, പോളണ്ട് ആണ്. പോളണ്ടിൽ നിന്നുള്ള വ്യക്തിയാണ് ആരാണ്, മജ എന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക. ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ളത് പുരുഷ ഡബിൾസ് ആണ്. പുരുഷ ഡബിൾസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പോൾ പുരുഷ ഡബിൾസ് നേടിയിരിക്കുന്നത് ആരൊക്കെയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക, മാർസൽ ഗ്രാനലസും അതേപോലെ തന്നെ എന്താണ് ഹൊറാസിയോ സെബല്ലോസുമാണ് എന്താണ് പുരുഷ ഡബിൾസ് നേടിയിരിക്കുന്നത്. പുരുഷ ഡബിൾസ് നേടിയിരിക്കുന്നത്. അപ്പോൾ മാർസൽ എന്താണ് സ്പെയിൻ രാജ്യത്ത് നിന്നുള്ള വ്യക്തിയാണ്. അതേപോലെ ഹൊറാസിയോ എന്താണ് അർജന്റീനയിൽ നിന്നുള്ള വ്യക്തിയുമാണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് വനിതാ ഡബിൾസ് ആണ്. വനിതാ ഡബിൾസ് നേടിയിരിക്കുന്നത് ആരൊക്കെയാണ്, കാതറീന സിനിയാക്കോവയും അതേപോലെ എന്താണ് ടെയ്ലർ ടൗൺസെന്റുമാണ് എന്താണ് വനിതാ ഡബിൾസ് നേടിയിരിക്കുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള വ്യക്തിയാണ് ആരാണ്, കാതറീന എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ചെക്ക് റിപ്പബ്ലിക്കിൽ നിന്നുള്ള വ്യക്തിയാണ് കാതറീന. അതേപോലെ ടെയ്ലർ ടൗൺസെന്റ് എന്താണ് US നിന്നുള്ള വ്യക്തിയാണ്. അടുത്തത് നമുക്ക് നോക്കാനുള്ളത് മിക്സഡ് ഡബിൾസ് ആണ്. മിക്സഡ് ഡബിൾസ് നേടിയിരിക്കുന്നത് ആരൊക്കെയാണ്, സാറ ഇറാനി, ഇറ്റലിക്കാരായിട്ടുള്ള സാറ ഇറാനിയും അതേപോലെ ആൻഡ്രേ വാവാസോറിയും ചേർന്നിട്ടാണ് എന്താണ് മിക്സഡ് ഡബിൾസ് നേടിയിരിക്കുന്നത്. അപ്പോൾ ആൻഡ്രേ വാവാസോറി എന്താണ് ഇറ്റലിക്കാരനാണ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ നോക്കിയത് എന്താണ് 2026 ഫ്രഞ്ച് ഓപ്പൺ ആണ്. ഫ്രഞ്ച് ഓപ്പൺ ആണ്
ആണ് നമ്മൾ നോക്കിയത്. അപ്പോൾ അതിൽ ഈ ഒരു ഇത്രയും പറഞ്ഞ കാറ്റഗറികൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അത് നമ്മൾ പഠിച്ചു വെക്കണം. ഇനി അവരുടെ രാജ്യങ്ങൾ കൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ചിലപ്പോൾ രാജ്യങ്ങളിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത നമുക്ക് നോക്കാനുള്ള പോയിന്റ് 2026 ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ഏതെന്നാണ്. നമുക്ക് അറിയാവുന്നതാണ് ട്രയോണ്ടയാണ്. ട്രയോണ്ടയാണെന്നാണ് 2026 ലോകകപ്പിലെ ഫിഫ വേൾഡ് ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പന്തിന് എന്താണ് കുറച്ച് പ്രത്യേകതകൾ കൂടിയുണ്ട്. ട്രയോണ്ട എന്താണ് ഒരു AI സ്മാർട്ട് പന്താണ്, ഒരു ബോൾ ആണെന്നുള്ള കാര്യം വന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതായത് എന്താണ് കുറേ അധികം സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ഈ ഒരു നമ്മുടെ ഗെയിമിന്റെ ഈ ഒരു ഫുട്ബോൾ ഗെയിമുമായി ബന്ധപ്പെട്ടിട്ട് അതിന് ക്യാച്ച് ചെയ്യാൻ കഴിയുന്ന രീതിയിലൊക്കെ നിരവധി സാങ്കേതിക വിദ്യകളൊക്കെ ഈ ഒരു പന്തില് ട്രയോണ്ട എന്നുള്ള ഈ ഒരു പന്തില് ഉപയോഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് ഒരു AI സ്മാർട്ട് ബോൾ ആണെന്ന് പറയാൻ പറ്റും. ഈ പന്തിനുള്ളിൽ ഒരു സെൻസർ ഉണ്ട്. അപ്പോൾ ആദ്യ ടച്ച് മുതൽ ഓരോ ടച്ചുകളും അത് ഡിനോട്ട് ചെയ്യുന്നതായിരിക്കും, അത് സെൻസർ ചെയ്യുന്നതായിരിക്കും. അതേപോലെ ഈ ഒരു ബോളിന് ഒരു സെക്കൻഡിൽ തന്നെ 500ഓളം ഡേറ്റാസ് കൈമാറാനായിട്ട് നൽകാനായിട്ട് കഴിയുന്നതാണ്. ഇനി ഓരോ ഷോട്ടിലും അല്ലെങ്കിൽ ഓരോ പാസിലും വരുന്ന വേഗതയും അതേപോലെ അതിന്റെ തിരിച്ചിലുകളും ഒക്കെ കറക്റ്റായിട്ട് സെൻസർ ചെയ്യാനായിട്ട് ഈ ഒരു ബോളിന് സാധിക്കുന്നതാണ്. ഇനി മറ്റൊരു പ്രത്യേകതയാണ് ഒരു ഷോട്ടിലെ തന്നെ അതിന്റെ പവർ എത്രയാണെന്നും അതിന്റെ ചലന വേഗത എത്രയാണെന്നും ഒക്കെ കറക്റ്റായിട്ട് ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ ആ ഒരു പന്ത് എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ ഡിജിറ്റലാക്കി മാറ്റാൻ കഴിയുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുവഴി ഈ ഒരു ലോകകപ്പിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഷോട്ട് ആരുടേതാണെന്നുള്ളത് ഈസി ആയിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും. ഇനി ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പെട്ടെന്ന് തന്നെ തീരുമാനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വീഡിയോ അസിസ്റ്റന്റ് റെഫറി ഹെൽപ്പ് ചെയ്യും, നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും എന്നുള്ള കാര്യമാണ്. ഇനി തെറ്റായിട്ടുള്ള കോർണർ കിക്കുകളൊക്കെ വരികയാണെങ്കിൽ അതൊക്കെ കറക്റ്റായിട്ട് പറഞ്ഞു കൊടുക്കാനും അതൊക്കെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോ അസിസ്റ്റന്റ് റെഫറിക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടും ഈ ഒരു സെൻസർ ഘടിപ്പിച്ചിട്ടുള്ള പന്തിന് സാധിക്കുന്നതാണ്. ഇനി ഏത് കളിക്കാരനാണ് അവസാനമായി ഈ പന്ത് തൊട്ടതെന്നും ഉൾപ്പെടെയുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ പന്ത് നൽകുന്നതാണ്. അപ്പോൾ ഇത്തരത്തിലൊരു സെൻസർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു AI സ്മാർട്ട് ബോൾ ആണ് ട്രയോണ്ട എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ട്രയോണ്ട എന്നാണ് 2026 ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്തിന്റെ പേര്. ഇനി വേദി പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. 2026 ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് എവിടെയാണ് നമ്മൾ നിരവധി തവണ പറഞ്ഞിട്ടുള്ളതാണ്. അമേരിക്ക, കാനഡ, മെക്സിക്കോ രാജ്യങ്ങളിലായിട്ടാണ് ഈ ഒരു മത്സരം നടക്കുന്നത്. അപ്പോൾ ഔദ്യോഗിക ബോൾ ഏതാണെന്നുള്ള കാര്യം നോട്ട് ചെയ്ത് വെക്കുക, ട്രയോണ്ടയാണ്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ഒരു വിയോഗമാണ്. നമുക്ക് എല്ലാവർക്കും വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു വിയോഗമാണ്. 2026 ജൂണിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ ആരാന്ന് നോട്ട് ചെയ്ത് വെക്കുക, സലിം കുമാർ ആണ്. നിരവധി സിനിമകളിൽ അഭിനയിച്ച് അദ്ദേഹത്തിന്റെ ഈ ഒരു സിനിമാ ജീവിതത്തിൽ 300-ലധികം സിനിമകളാണ് അദ്ദേഹം അഭിനയിച്ചിട്ടുള്ളത്. അതിലൂടെ അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം വരെ ലഭിച്ചിട്ടുണ്ട്. ഇനി അദ്ദേഹം എന്നാണ് ജനിച്ചത് എന്നുള്ള കാര്യം നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെക്കാം. 1969 ഒക്ടോബർ 10 അദ്ദേഹം ജനിച്ചത്. ഇനി അദ്ദേഹം അന്തരിച്ചത് എന്നാണ് 2026 2026 ജൂൺ 6 അദ്ദേഹം അന്തരിച്ചത്. ഇനി അദ്ദേഹത്തിന് ഈ ഒരു നാഷണൽ അവാർഡ് ലഭിച്ചു എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ആ പുരസ്കാരം അദ്ദേഹത്തിന് ഏത് വർഷമാണ് ലഭിച്ചത്? 2010 മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. അപ്പോൾ ഏത് സിനിമയിലാണെന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ആദാമിന്റെ മകൻ അബു എന്നുള്ള ചിത്രത്തിലൂടെയാണ്, ആ ഒരു ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഈ ഒരു കഴിഞ്ഞ വർഷമോ അതിന് മുമ്പത്തെ വർഷമോ നമ്മുടെ PSC പരീക്ഷയിൽ വരെ ആ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. PSCക്ക് ഇഷ്ടമുള്ള ഒരു ചോദ്യമാണത്. ആദാമിന്റെ മകൻ അബു എന്നുള്ള ചിത്രത്തിലൂടെ സലിം കുമാറിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചിരുന്നു. 2010 ലഭിച്ചത്. ഇനി അദ്ദേഹത്തിന് കേരള ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം കേരള ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. 2005 കേട്ടോ, എന്നാണെന്ന് ഓർത്തു വെക്കുക. 2005 പുരസ്കാരം ലഭിച്ചത്. ഏത് സിനിമയിലൂടെയാണ് കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അച്ഛനുറങ്ങാത്ത വീട് അച്ഛനുറങ്ങാത്ത വീട് എന്നുള്ള ചിത്രത്തിലെ അഭിനയത്തിലൂടെയാണ് മികച്ച രണ്ടാമത്തെ നടനുള്ള പുരസ്കാരം കേരള ചലച്ചിത്ര പുരസ്കാരം 2005 അദ്ദേഹത്തിന് ലഭിച്ചത്. ഇനി അദ്ദേഹം 2017 സംവിധാനം ചെയ്ത കറുത്ത ജൂതൻ എന്നുള്ള സിനിമയ്ക്ക് മികച്ച കഥയ്ക്കുള്ള കേരള ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏത് സിനിമയാണെന്ന് ഓർത്ത് വെക്കുക. കറുത്ത ജൂതൻ എന്നുള്ള സിനിമയാണ്, അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുള്ള സിനിമയാണത്. ഇനി അദ്ദേഹം സംവിധാനം ചെയ്ത മറ്റൊരു സിനിമയാണ് ദൈവമേ കൈതൊടാം കേക്കുമാറാകണം എന്നുള്ള ചിത്രം. അപ്പോൾ ഈ ഒരു കറുത്ത ജൂതൻ അതേപോലെ ദൈവമേ കൈതൊടാം കേക്കുമാറാവണം എന്നുള്ള 2 ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇനി അദ്ദേഹം അഭിനയിച്ച സിനിമകൾ
സിനിമകൾ ഏതൊക്കെയെന്നുള്ളത് പ്രത്യേകം ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പുലിവാൽ കല്യാണം, മായാവി, അതേപോലെ CID മൂസ, കുറേ അധികം സിനിമകളുണ്ട്. ഇനി അതിലൊക്കെ ഒരു വെറൈറ്റി ആയിട്ട് വന്നതാണ് അദ്ദേഹത്തിന്റെ അഭിനയത്തിന്റെ ഒരു ഫലിതം എന്നുള്ളതിൽ നിന്ന് മാറി വന്നിട്ടുള്ള സിനിമയാണ് എന്താണ് ആദാമിന്റെ മകൻ അബു എന്നുള്ള ചിത്രം, അതേപോലെ അച്ഛൻ ഉറങ്ങാത്ത വീട് തുടങ്ങിയിട്ടുള്ള ചിത്രങ്ങളൊക്കെ. അതെന്താണ് അഭിനയത്തിന്റെ ഒരു പീക്ക് ലെവലിൽ എത്തിച്ച ഒരു സിനിമകളായിരുന്നു അദ്ദേഹത്തിന്റെ. അപ്പോൾ ഓർത്ത് വെക്കുക എന്താണ് അദ്ദേഹം അന്തരിച്ചത്, ആ ഒരു ഡേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. 2026 ജൂൺ 6-നാണ് അദ്ദേഹം അന്തരിച്ചത്. ഓക്കെ, അടുത്തത് നമ്മൾ നോക്കുന്നത്, ഇനി നമുക്ക് മുമ്പിലുള്ള PSC എക്സാമുകളിലൊക്കെ നമ്മുടെ SCRT പാഠഭാഗങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്. അതെല്ലാം നിങ്ങൾ നല്ലതുപോലെ പഠിക്കുക. ഇനി പഠിച്ചു തീർന്നവരായിക്കോട്ടെ പഠിക്കുന്നവരായിക്കോട്ടെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ബുക്കാണ് ടാലന്റിന്റെ അറിവീടം പരിശീലന ചോദ്യങ്ങളുടെ ബുക്ക്. അപ്പോൾ SCRT പാഠഭാഗങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ടാലന്റിന്റെ അറിവീടം ബുക്കുകളാണ് നിങ്ങൾ ഉപയോഗിച്ചത്. അത് നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞതിൽ സന്തോഷമുണ്ട്. ഇനി അതേപോലെ ടാലന്റിന്റെ അറിവിടം ബുക്ക് വാങ്ങിച്ച് പഠിച്ചവരായിക്കോട്ടെ അല്ലാത്തവരായിക്കോട്ടെ നിങ്ങൾ ടെക്സ്റ്റ് നോക്കി പഠിക്കുന്നവരായിക്കോട്ടെ, എങ്ങനെയാണ് ആ ചോദ്യങ്ങൾ വരുന്നത്, PSCക്ക് എങ്ങനെ എവിടെ നിന്ന് ചോദ്യങ്ങൾ വരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബുക്കാണ് അറിവിടം പരിശീലന ചോദ്യങ്ങളുടെ ബുക്ക്. 4300-ലധികം ചോദ്യങ്ങളാണ് ഈ ഒരു ബുക്കിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സയൻസിൽ നിന്നും അതേപോലെ സോഷ്യൽ സയൻസിൽ നിന്നുമുള്ള ക്വസ്റ്റ്യൻസ് ഈ ഒരൊറ്റ ബുക്കിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മറ്റൊരു പ്രത്യേകതയാണ്, ഇതിന് മുമ്പ് PSC ചോദിച്ചിട്ടുള്ള SCRT പാഠഭാഗങ്ങളിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് വാങ്ങിക്കുക, നല്ല രീതിയിൽ പരിശീലിക്കുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്ന ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു 2026 ജൂണിൽ സുപ്രീം കോടതി രജിസ്ട്രാറായി നിയമിതയായ മലയാളി ആരെന്ന് നമ്മൾ ആദ്യം നോക്കി. ശാലീന VG നായരാണ്. ആരാണ്? ശാലീന VG നായരാണ് ഈ ഒരു പോസ്റ്റിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് സുപ്രീം കോടതി രജിസ്ട്രാർ ആയിട്ടാണ് നിയമിതയായിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു പുസ്തകമായിരുന്നു, എന്താണ് പപ്പൻ വള്ളിക്കാട് അനുസ്മരണ സമ്മേളനം എന്നുള്ള പുസ്തകം. ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്നത് ആരാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. സന്തോഷ് ഇല്ലോളിലാണ് ഈ ഒരു നോവൽ എഴുതിയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് കേരള ഹൈക്കോടതിക്ക് ലഭിച്ചിട്ടുള്ള ഒരു അവാർഡായിരുന്നു നോക്കിയത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് അവാർഡ് ലഭിച്ചത്? 2026-ലെ ദേശീയ ഗവേണൻസ് അവാർഡുകളിൽ പൗര കേന്ദ്രീകൃത സേവനങ്ങൾ നൽകുന്നതിനായിട്ട് അതേപോലെ സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനങ്ങൾ AI-യും മറ്റ് നവയുഗ സാങ്കേതിക വിദ്യകളും ഒക്കെ ഉപയോഗിച്ചുള്ള നവീകരണം ചെയ്തിട്ടുള്ളവർക്കാണ്, അതിൽ പെർഫോമൻസ് ചെയ്തിട്ടുള്ളവർക്കാണ് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. അത്തരത്തിൽ ആ ഒരു കാറ്റഗറിയിൽ എന്താണ് സ്വർണ്ണ വിഭാഗത്തിലാണ്, സ്വർണ്ണ മെഡലാണ് ആർക്ക് ലഭിച്ചിരിക്കുന്നത്? കേരള ഹൈക്കോടതിക്ക് ലഭിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് ഷിഗല്ല ബാധിച്ച് കേരളത്തിലെ ആദ്യ മരണം റിപ്പോർട്ട് ചെയ്തത് എവിടെയെന്നാണ്? കോഴിക്കോടാണ് കേരളത്തിലെ ആദ്യ ഈ ഒരു രോഗം ബാധിച്ചിട്ടുള്ള ആദ്യത്തെ മരണം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ്, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരേ സമയം 4 ഹൈക്കോടതികളിൽ വനിതാ ചീഫ് ജസ്റ്റിസുമാർ വന്നിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ എന്താണ് അടുത്തിടെ പാട്ന ഹൈക്കോടതിയിൽ കൂടി വനിതാ ചീഫ് ജസ്റ്റിസ് അപ്പോയിന്റ്മെന്റ് ആയിട്ടുണ്ടായിരുന്നു. അതിലൂടെയാണ് ഒരേ സമയം തന്നെ 4 വനിതാ ചീഫ് ജസ്റ്റിസുമാർ ഇന്ത്യയിൽ ആദ്യമായിട്ട് വരുന്നത്. ശേഷം നമ്മൾ നോക്കിയത് ഒരു പ്രമേയമായിരുന്നു. 2026-ലെ ലോക ഭക്ഷ്യസുരക്ഷാ ദിനത്തിന്റെ പ്രമേയം നമ്മൾ നോക്കി. അപ്പോൾ എന്തായിരുന്നു പ്രമേയം? ഫ്രം ബർഡൻ ടു സൊല്യൂഷൻസ്, സേഫ് ഫുഡ് എവറിവെയർ എന്നുള്ളതായിരുന്നു ഈ ഒരു പ്രമേയം എന്ന് പറയുന്നത്. ലോക ഭക്ഷ്യസുരക്ഷാ ദിനം എന്നാണ് എല്ലാ വർഷവും ജൂൺ 7-നാണ് ലോക ഭക്ഷ്യസുരക്ഷാ ദിനം നമ്മൾ ആചരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് ഇന്ത്യൻ സീനിയർ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരെന്നാണ്. വൈഭവ് സൂര്യവംശിയാണ്. അപ്പോൾ ഇപ്പൊ എന്താണ് അദ്ദേഹം എന്താണ് ഈ ഒരു റെക്കോർഡ് നേടിയിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഇതുണ്ടായിരുന്നത് അല്ലെങ്കിൽ ഈ ഒരു റെക്കോർഡ് നേടിയിട്ടുണ്ടായിരുന്നത് ആരാണ്? സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അതായത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ഭാഗമായിട്ടുള്ള ഏറ്റവും പ്രായം കുറഞ്ഞ താരമാരായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. അദ്ദേഹം 16 വയസ്സിലാണ് ഇന്ത്യൻ ടീമിൽ അംഗമാവുന്നത്. അപ്പോൾ എന്താണ് വൈഭവ് സൂര്യവംശി 15 വയസ്സിൽ തന്നെ എന്താണ് ഇന്ത്യൻ സീനിയർ ടീമിൽ അംഗമായിരിക്കുകയാണ്. അതിലൂടെയാണ് അദ്ദേഹം ഈ ഒരു നേട്ടം കൈവരിച്ചിരിക്കുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് 2026 ഫ്രഞ്ച് ഓപ്പൺ ആയിരുന്നു. അതിൽ പുരുഷ സിംഗിൾസ് നമ്മൾ നോക്കി അലക്സാണ്ടർ സെറവ് ആണ്. അതുപോലെ വനിതാ സിംഗിൾസ് നേടിയത് ആരാണ്? മിറ ആൻഡ്രീവയാണ്. അതുപോലെ ബാക്കിയുള്ള കാറ്റഗറികൾ കൂടി നല്ല രീതിയിൽ പഠിക്കുക. അതിനുശേഷം നമ്മൾ നോക്കിയത് 2026 ലോകകപ്പിന്റെ ഫിഫ ലോകകപ്പിന്റെ ഔദ്യോഗിക പന്ത് ഏതെന്നാണ്? ട്രയോണ്ട എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതൊരു AI സ്മാർട്ട് ബോൾ ആണെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഒരു സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ട് ഇതിൽ. അതുവഴി പല കാര്യങ്ങളും എന്താണ് ആ ഒരു പന്തിന്റെ ചലനങ്ങളും വേഗതയും അതേപോലെയുള്ള പല കാര്യങ്ങളും നമുക്ക് എന്താണ് ഡിജിറ്റലായിട്ട് റെക്കോർഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അതേപോലെ വീഡിയോ അസിസ്റ്റന്റ് റെഫറിക്ക് വളരെ ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഈ ഒരു ബോൾ ഉള്ളത്. അവർക്ക് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അതിനുശേഷം നമ്മൾ നോക്കിയത് ഒരു വിയോഗമാണ്. 2026 ജൂണിൽ അന്തരിച്ച മലയാള ചലച്ചിത്ര നടൻ സലൻകുമാറാണ്. 2026 ജൂൺ 6-നാണ് അദ്ദേഹം അന്തരിച്ചതെന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. 2010-ലാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചത്. 2005-ലാണ് അദ്ദേഹത്തിന് മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നോക്കുന്നത് ഇന്നത്തെ MCQ ആണ്. അതായത് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട് നൽകുന്ന 2 ചോദ്യങ്ങളാണ്. ആദ്യത്തെ ചോദ്യം ഇതാണ്: ഇന്ത്യയുടെ 100ാമത്തെ റാംസർ സൈറ്റ് ഏതെന്നാണ്? ഓപ്ഷൻ A ശേഖാചീൽ പക്ഷി സങ്കേതം, ഓപ്ഷൻ B
ജയപ്രകാശ് നാരായൺ പക്ഷി സങ്കേതം, ഓപ്ഷൻ സി പാട്ന പക്ഷി സങ്കേതം, ഓപ്ഷൻ ഡി പാർവതി അഗ്ര പക്ഷി സങ്കേതം. അടുത്ത ചോദ്യം ഇതാണ്: മെച്ചപ്പെട്ട സഹകരണത്തിനും സാങ്കേതിക പങ്കിടലിനും വേണ്ടി ഇന്ത്യയുമായി ചേർന്നിട്ട് ക്രിട്ടിക്കൽ മിനറൽസ് ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഒബ്സർവേറ്ററി ആരംഭിച്ച രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻ എ US, ഓപ്ഷൻ ബി റഷ്യ, ഓപ്ഷൻ സി ചൈന, ഓപ്ഷൻ ഡി UK. ചരിത്രങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇനി കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളിൽ ഉത്തരം നോക്കാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: വിദ്യാർത്ഥികളെ കാർഷിക മേഖലയിലേക്കും പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിലേക്കും കൂടുതൽ അടുപ്പിക്കുന്നതിനായിട്ട് സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി ഏതെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ ബി ആണ്, കതിർ എന്നുള്ള പദ്ധതിയായിരുന്നു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം ഇതായിരുന്നു: 2026 ജൂണിൽ ഇന്ത്യ സന്ദർശിച്ച ഡെൽസി റോഡ്രിഗസ് ഏത് രാജ്യത്തിന്റെ ആക്ടിംഗ് പ്രസിഡന്റ് എന്നാണ്? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്, വെനസ്വലയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആണ്. ആരാണ്? ഡെൽസി റോഡ്രിഗസ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.